അൽ ഫാത്തിഹ നാമം. ഈ അധ്യായത്തിന് അൽ ഫാത്തിഹ എന്നു നാമം ലഭിച്ചത് ഇതിലെ വിഷയം പരിഗണിച്ചാണ്. ഒരു ലേഖനത്തിന്റെയോ ഗ്രന്ഥത്തിന്റെയോ മറ്റേതെങ്കിലും കാര്യത്തിന്റെയോ ആരംഭത്തിനാണ് ഫാത്തിഹ എന്ന് പറയുന്നത്. മറ്റൊരു വിധം പറഞ്ഞാൽ മുഖവുര, തുടക്കം എന്നിവയുടെ പര്യായമാണ് ഫാത്തിഹ. അവതരണകാലം. മുഹമ്മദ് നബിയുടെ ദൌത്യത്തിന്റെ ആദ്യ നാളുകളിൽ അവതരിച്ചതാണ് ഈ അധ്യായം. ഒരു പൂർണ്ണ സൂറ എന്ന നിലയിൽ നബി തിരുമേനിക്ക് ആദ്യമായി അവതരിച്ചത് ഈ അധ്യായമാണ്. അൽ അലഖ്, അൽ മുസമ്മിൽ, അൽ മുദ്ദസിർ മുതലായ സൂറകളിൽപ്പെട്ട ഏതാനും സൂക്തങ്ങളെ ഇതിനു മുമ്പ് അവതരിച്ചിരുന്നുള്ളൂ. ഉള്ളടക്കം: ഖുർആൻ പാരായണം ആരംഭിക്കുന്നവർക്ക് അള്ളാഹു തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഫാത്തിഹ. ഈ വിശുദ്ധ ഗ്രന്ഥം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ആദ്യമായി ലോകനിയന്താവോട് ഈ പ്രാർത്ഥന ചെയ്യണം. വിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ തന്നെ ഈ പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹു മനുഷ്യനെ ഉദ്ബോധിപ്പിക്കുന്നതിതാണ്: ഈ ഗ്രന്ഥം സന്മാർഗം കണ്ടെത്താനായി സത്യാന്വേഷണ താൽപര്യത്തോടെ പാരായണം ചെയ്യണം. അറിവിന്റെ ഉറവിടം അള്ളാഹുവാണെന്നറിഞ്ഞ് അവനോട് മാർഗദർശനത്തിന് അപേക്ഷിച്ചുകൊണ്ടാവണം ഇതിന്റെ പാരായണം തുടങ്ങുന്നത്. ഇത്രയും ഗ്രഹിക്കുന്നതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാകുന്നു: ഖുർആനും സൂറത്തുൽ ഫാത്തിഹയുമായുള്ള യഥാർത്ഥ ബന്ധം ഒരു ഗ്രന്ഥവും അതിന്റെ മുഖവുരയുമായുള്ള ബന്ധമല്ല, പ്രാർത്ഥനയും പ്രത്യുത്തരവും തമ്മിലുള്ള ബന്ധമാണത്. സൂറത്തുൽ ഫാത്തിഹ അടിമയുടെ ഭാഗത്തുനിന്ന് അള്ളാഹുവോടുള്ള പ്രാർത്ഥനയാണ്. ഖുർആൻ അള്ളാഹുവിങ്കൽ നിന്നുള്ള ഉത്തരവും. നാഥ, എനിക്ക് മാർഗദർശനം നൽകണമേ എന്ന് അടിമ പ്രാർത്ഥിക്കുന്നു. അതിനുത്തരമായി നീ ആവശ്യപ്പെട്ട സന്മാർഗമിതാ എന്ന നിലയ്ക്ക് അവന്റെ മുമ്പിൽ മുഴുവൻ ഖുർആനും അള്ളാഹു അവതരിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഈ സൂക്തം പ്രകാശിപ്പിക്കുന്നത് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്ന സംസ്കാര മര്യാദകളിലൊന്നാണ്. എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുക എന്നതാണത്. ഈ മര്യാദ ബോധപൂർവം നിഷ്കളങ്കമായി പാലിക്കുന്ന പക്ഷം 3 സദ്ഫലങ്ങൾ ലഭിക്കുന്നതാണ്. 1. ഒട്ടേറെ ദുഷ്കൃത്യങ്ങളിൽ നിന്ന് മനുഷ്യർ രക്ഷപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ ഓരോ പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോഴും അത് അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കാൻ കൊള്ളുന്നതാണോ എന്ന് ചിന്തിക്കാൻ അവനെ അത് പ്രേരിപ്പിക്കും. 2. ശരിയും അനുവദനീയവും നല്ലതുമായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നത് മൂലം മനുഷ്യന്റെ മനസ്ഥിതി ശരിയായ ഭാഗത്തേക്ക് തിരിയും. അവന്റെ ചലനം എപ്പോഴും ശരിയായ ബിന്ദുവിൽ നിന്ന് ആരംഭിക്കും. 3. അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്ന കർമ്മങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും ലഭിക്കുന്നതാണ്. അവന്റെ പരിശ്രമങ്ങളിൽ അള്ളാഹു ബർക്കത്തും അനുഗ്രഹവും നൽകും. പിശാചിന്റെ ദുഷ്പ്രേരണകളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹുവിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന അടിമയെ അള്ളാഹുവും ശ്രദ്ധിക്കും. അതാണ് അള്ളാഹുവിന്റെ സമ്പ്രദായം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോകത്തിന്റെയും റബ്ബായ അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതി. സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാർത്ഥനയാണെന്ന് പറഞ്ഞല്ലോ. ആ പ്രാർത്ഥനയുടെ തുടക്കമാണിത്. ആരോടാണോ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അസ്തിത്വത്തെ വാഴ്ത്തിക്കൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. പ്രാർത്ഥന മാന്യമായ രീതിയിലായിരിക്കണം. വാ തുറന്നപാടെ ആവശ്യമുന്നയിക്കുക എന്നത് പ്രാർത്ഥനയുടെ മര്യാദയ്ക്ക് യോജിച്ചതല്ല. ആദ്യമായി പ്രാർത്ഥിക്കപ്പെടുന്നവന്റെ നന്മകളും മേന്മകളും സ്ഥാനപദവികളും സമ്മതിച്ചു പറയുക, എന്നിട്ട് ആവശ്യങ്ങൾ സമർപ്പിക്കുക. ഈ മര്യാദയെ സൂചിപ്പിക്കുന്ന വചനമാണിത്. നാം വല്ലവരെയും സ്തുതിക്കുന്നുവെങ്കിൽ അതിന് 2 കാരണങ്ങളുണ്ടായിരിക്കും. 1. സ്തുതിക്കപ്പെടുന്നവൻ ഉത്തമ ഗുണങ്ങളും ഉത്കൃഷ്ട പദവികളും ഉള്ളവനായിരിക്കുക. 2. അവൻ നമുക്ക് നന്മ ചെയ്തവനായിരിക്കുക. അള്ളാഹുവിനുള്ള സ്തുതികീർത്തനങ്ങൾ ഈ 2 നിലയ്ക്കുമുള്ളതാണ്. അവന്റെ ഉത്കൃഷ്ട ഗുണങ്ങളെക്കുറിച്ച ബോധവും അവന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച സ്മരണയും അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. സ്തുതി അള്ളാഹുവിനാണ് എന്നതല്ല, സ്തുതി അള്ളാഹുവിന് മാത്രമാണ് എന്നതത്രേ ശരിയായ വസ്തുത. സൃഷ്ടിപൂജയുടെ അടിവേരറ്റുപോകുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഈ വാക്യത്തിലൂടെ വെളിപ്പെടുന്നത്. ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും വസ്തുവിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഗുണമോ നന്മയോ യോഗ്യതയോ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഉറവിടം അള്ളാഹു മാത്രമാണ്. മനുഷ്യൻ
മലക്ക്, ഗ്രഹം, നക്ഷത്രം എന്നു വേണ്ട ഒരു സൃഷ്ടിയുടെയും കഴിവുകൾ അത് സ്വയം ഉണ്ടാക്കിയതല്ല, മറിച്ച് ദൈവം നൽകിയതാണ്. അതിനാൽ നമ്മുടെ ഭക്തി ബഹുമാനങ്ങളും സ്തുതികീർത്തനങ്ങളും ആരാധനകളും അർത്ഥനകളും അർഹിക്കുന്നത് ഈ സൃഷ്ടികളല്ല, അവയുടെ സൃഷ്ടികർത്താവായ അല്ലാഹുവാണ്. റബ്ബുൽ ആലമീൻ എന്നതിലെ റബ്ബ് എന്ന പദം അറബി ഭാഷയിൽ പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. 1. ഉടമസ്ഥൻ, യജമാനൻ. 2. രക്ഷാകർത്താവ്, പരിപാലകൻ, കാര്യങ്ങൾ അന്വേഷിച്ച് മേൽനോട്ടം ചെയ്യുന്നവൻ. 3. ഭരണാധിപൻ, വിധികർത്താവ്, നിയന്താവ്. ഈ എല്ലാ അർത്ഥങ്ങളിലും അല്ലാഹു പ്രപഞ്ചത്തിന്റെ റബ്ബാകുന്നു. അർ-റഹ്മാനിർ റഹീം. അളവറ്റ ദയാപരനും കരുണാവാരിധിയുമാണവൻ. ഒരു വസ്തുവിന്റെ ഗുണവിശേഷം വളരെ കൂടുതലാകുമ്പോൾ അതിനെ അത്യുക്തി ഉപയോഗിച്ച് വിവരിക്കുക സാധാരണമാണ്. ഒരു വിശേഷണ പദം പോരെന്ന് തോന്നുമ്പോൾ അതേ അർത്ഥത്തിലുള്ള മറ്റൊരു പദം കൂടി ഉപയോഗിച്ച് കൂടുതൽ മുഴപ്പിക്കാനും ശ്രമിക്കുന്നു. അല്ലാഹുവിനെ സ്തുതിക്കുവാൻ റഹ്മാൻ എന്ന പദം ഉപയോഗിച്ച ശേഷം റഹീം എന്ന പദം കൂട്ടിച്ചേർത്തതിൽ ഇതേ തത്വമാണ് അടങ്ങിയിരിക്കുന്നത്. അറബി ഭാഷയിൽ റഹ്മാൻ ഒരു അത്യുക്തിയാണ്. അല്ലാഹു തന്റെ സൃഷ്ടികളുടെ മേൽ വർഷിക്കുന്ന കാരുണ്യാനുഗ്രഹങ്ങൾ അതിരറ്റതത്രേ. ഒരു വിധത്തിലും അളന്നു തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത വിധം അഗാധവും വിശാലവുമാണത്. ഏറ്റവും വലിയ അത്യുക്തി ഉപയോഗിച്ച് വിവരിച്ചാലും മതിവരുകയില്ല. അതുകൊണ്ടാണ് ദൈവകാരുണ്യത്തിന്റെ അപാരത പ്രകാശിപ്പിക്കാനായി റഹീം എന്ന പദം കൂട്ടിച്ചേർത്തത്. ഒരു വ്യക്തിയുടെ ഔദാര്യം വിവരിക്കുമ്പോൾ ധർമ്മിഷ്ഠൻ എന്ന വാക്ക് മതിയായില്ലെന്ന് തോന്നി ഉദാരമതിയായ ധർമ്മിഷ്ഠൻ എന്ന് പറയുന്നതിനോട് ഏതാണ്ടിതിനെ ഉപമിക്കാവുന്നതാണ്. മാലികി യൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തിന് അധിപനായവൻ. മുഴുവൻ സൃഷ്ടികളെയും ഒരുമിച്ചു കൂട്ടി അവരുടെ ഐഹിക ലോകത്തെ കർമ്മജീവിതം വിചാരണ ചെയ്ത് ഓരോ വ്യക്തിക്കും കർമ്മത്തിനൊത്ത പ്രതിഫലം നൽകുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിന്റെ നാഥൻ എന്നർത്ഥം. അല്ലാഹുവിനെ പരമദയാലുവെന്നും കരുണാവാരിധിയെന്നും വിശേഷിപ്പിച്ച ശേഷം പ്രതിഫല ദിവസത്തിന്റെ അധിപൻ എന്നു പറഞ്ഞതിൽ നിന്ന് ഒരു വസ്തുത വ്യക്തമാകുന്നുണ്ട്. അല്ലാഹു കരുണ ചെയ്യുന്നവൻ മാത്രമല്ല, ന്യായാധിപൻ കൂടിയാണ്, സർവാധികാരിയായ ന്യായാധിപൻ. അവസാന വിധിയുടെ ദിവസം സകലവിധ അധികാരങ്ങളുടെയും അധിപൻ അവൻ മാത്രമായിരിക്കും. അവന്റെ പ്രതിഫലത്തെയോ ശിക്ഷയെയോ തടസ്സപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. അതിനാൽ അവന്റെ പരിപാലനത്തിന്റെയും കാരുണ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ അവനെ സ്നേഹിക്കുക മാത്രമല്ല നാം ചെയ്യുന്നത്, അവൻ ന്യായാധിപനും നീതിപാലകനുമാണെന്ന കാരണത്താൽ ഭയപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ പര്യവസാനം അവന്റെ അധീനത്തിലാണെന്ന ബോധം നമുക്കുണ്ടാകുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്കു മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നഅ്ബുദു എന്ന വാക്കിന് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഇബാദത്ത് അറബി ഭാഷയിൽ 3 അർത്ഥങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. 1. പൂജ, ആരാധന. 2. അനുസരണം, ആജ്ഞാനുവർത്തനം. 3. അടിമത്തം, ദാസ്യവൃത്തി. ഇവിടെ ഈ 3 അർത്ഥങ്ങളും ഒന്നിച്ചുദ്ദേശിക്കപ്പെടുന്നുണ്ട്. അതായത്, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നവരും നിന്റെ ആജ്ഞാനുവർത്തികളും നിനക്കടിമപ്പെടുന്നവരുമാണ്. ഈ നിലകളിലെല്ലാം ഞങ്ങൾ നിന്നോട് മാത്രമേ ബന്ധപ്പെടുന്നുള്ളൂ. പ്രസ്തുത 3 അർത്ഥങ്ങളിൽ ഒരർത്ഥത്തിലും ഞങ്ങൾക്ക് മറ്റൊരു മഅബൂദ് അഥവാ ഇബാദത്ത് ചെയ്യപ്പെടുന്നവൻ ഇല്ല തന്നെ. നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന ഞങ്ങൾ സഹായാർത്ഥന നടത്തുന്നതും നിന്നോട് മാത്രമാണ്. അഖില പ്രപഞ്ചത്തിന്റെ രക്ഷകൻ നീ മാത്രമാണെന്ന് ഞങ്ങൾക്കറിയാം. സമസ്ത ശക്തികളും നിന്റെ അധീനത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഏക ഉടമസ്ഥനായുള്ളവൻ നീയാണ്. അതിനാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് തന്നെ ഞങ്ങൾ മടങ്ങുന്നു. തിരുമുമ്പിലേക്ക് ഞങ്ങൾ കൈനീട്ടുന്നു. നിന്റെ സഹായത്തിലേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിതാ ഈ അപേക്ഷയുമായി നിന്റെ സന്നിധാനത്തിൽ ഹാജരായിരിക്കുകയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നീ ഞങ്ങളെ നേർവഴിയിൽ നയിക്കണമേ. അതായത് ജീവിതത്തിന്റെ നാനാതുറകളിലും
ആദർശത്തിന്റെയും കർമ്മചര്യകളുടെയും ശരിയായ മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അബദ്ധവീക്ഷണത്തിന്റെയും അബദ്ധസഞ്ചാരത്തിന്റെയും ദുരന്തങ്ങളിൽ നിന്ന് സുരക്ഷിതമായ വിജയസൌഭാഗ്യങ്ങൾ കരസ്ഥമാക്കാനുതകുന്ന ആ സന്മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. വിശുദ്ധ ഖുർആൻ പാരായണം ആരംഭിച്ചുകൊണ്ട് മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന അപേക്ഷയത്രേ ഇത്. അവൻ പ്രാർത്ഥിക്കുന്നു, നാഥ, ഞങ്ങൾക്ക് മാർഗദർശനം നൽകിയാലും ഊഹാധിഷ്ഠിതമായ തത്വശാസ്ത്രങ്ങളുടെ ഊരാക്കുടുക്കുകൾക്കിടയിൽ എന്താണ് സത്യമെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഭിന്നവിരുദ്ധങ്ങളായ സിദ്ധാന്തങ്ങൾക്ക് മധ്യേ ശരിയായ ധാർമ്മിക വ്യവസ്ഥയെന്തെന്ന് ഞങ്ങൾക്ക് നിർദ്ദേശിച്ചു തരണമേ. ജീവിതത്തിന്റെ ഊടുവഴികൾക്കിടയിൽ ചിന്തയുടെയും കർമ്മങ്ങളുടെയും രാജപാത ഏതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിനിരയായവരുടെയും വ്യതിചലിച്ചവരുടെയും മാർഗത്തിലല്ല. അല്ലാഹുവോട് നാം ചോദിക്കുന്ന നേർമാർഗത്തിന്റെ നിർവചനമാണിത്. അതായത് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മാർഗം. പുരാതന കാലം മുതൽ ഇന്നോളവും അവന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരായ വ്യക്തികളും സമൂഹങ്ങളും സഞ്ചരിച്ചു വന്ന മാർഗം. നീ അനുഗ്രഹിച്ചവർ എന്നതിന്റെ ഉദ്ദേശ്യം വ്യക്തമാക്കുകയാണ് വ്യതിചലിച്ചവരുടെ മാർഗമല്ല എന്ന വാക്യം. പ്രത്യക്ഷത്തിൽ നിന്റെ ഭൗതികാനുഗ്രഹങ്ങൾ ലഭിച്ചെങ്കിലും യഥാർത്ഥത്തിൽ നിന്റെ കോപശാപത്തിന് വിധേയരാവുകയും വിജയസൌഭാഗ്യത്തിൽ നിന്ന് വഴിതെറ്റിപ്പോവുകയും ചെയ്തവരുടെ മാർഗമല്ല അതെന്നർത്ഥം. നിഷേധാത്മകമായ ഈ വിശദീകരണത്തിൽ നിന്ന് ഒരു സംഗതി വ്യക്തമാകുന്നുണ്ട്. അനുഗ്രഹമെന്നാൽ ക്ഷണികവും പ്രകടനാത്മകവുമായ അനുഗ്രഹങ്ങളല്ല. അത്തരം അനുഗ്രഹങ്ങൾ ഫിർഔൻമാർക്കും നമ്രൂദുമാർക്കും കാറൂൻമാർക്കും കിട്ടിയിട്ടുണ്ട്. വലിയ വലിയ അക്രമികൾക്കും അധർമ്മകാരികൾക്കും ഇന്നും അവ കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് സന്മാർഗനിഷ്ഠയുടെയും ദൈവപ്രീതിയുടെയും ഫലമായി ലഭിക്കുന്ന സുസ്ഥിരവും ശാശ്വതവുമായ യഥാർത്ഥ അനുഗ്രഹങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.